നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം 2026-27 അധ്യയന വർഷത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പഠനം, 1000-ലധികം UG പ്രോഗ്രാമുകൾ, ലക്ഷക്കണക്കിന് ഡിഗ്രി സീറ്റുകൾ, 50ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, 250ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി, തമിഴ്നാട്, അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലോട്ടുള്ള ഡിഗ്രി പ്രവേശനത്തിനുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ICAR അഗ്രികൾച്ചർ സീറ്റുകൾക്കായിട്ട് ഓൾ ഇന്ത്യ ലെവലുള്ള അഗ്രികൾച്ചർ സീറ്റിനായിട്ടുള്ള എക്സാമും കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം തന്നെയാണ്. നമുക്കറിയാം, +1 +2 പഠിക്കുന്ന സബ്ജക്റ്റ് അനുസരിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഇംഗ്ലീഷ്, ഇനി അതല്ല ആർട്സ് സബ്ജക്റ്റിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഏതാണെങ്കിലും +1 +2 പഠിക്കുന്ന സബ്ജക്റ്റും ലാംഗ്വേജും വെച്ചിട്ട് ഏത് മേഖലയിലോട്ടും, ഡിഗ്രിയുടെ ഏത് മേഖലയിലോട്ടും കടന്നു ചെല്ലാൻ പറ്റുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം +2 പഠിക്കുന്ന, +2വിന് ശേഷം റിപ്പീറ്റ് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളവും ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ്. മെയ് 11 മുതൽ മെയ് 30 വരെ ഓൺലൈനായിട്ടാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. എഞ്ചിനീയറിംഗ് മേഖലയ്ക്കും മെഡിക്കൽ മേഖലയ്ക്കും ഒക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കൊക്കെയുള്ള ഏറ്റവും നല്ല സാധ്യതകളാണ് CUET. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ CUET.nta.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. NTA തന്നെയാണ് എക്സാം നടത്തുന്നത്. ഈ എക്സാം, എല്ലാ എക്സാമുകളും ഓൺലൈൻ ആയിരിക്കും. കഴിഞ്ഞ വർഷം നമുക്കറിയാം, വിദ്യാർത്ഥികൾ കൂടുതലുള്ള എക്സാമുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള എക്സാം ഓഫ്ലൈൻ രീതിയിലും ബാക്കിയുള്ളത് ഓൺലൈൻ രീതിയിലുമായിരുന്നെങ്കിൽ ഈ 2026 കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും ഓൺലൈൻ മോഡിലായിരിക്കും പരീക്ഷ നടക്കുന്നത്. പരീക്ഷ നമ്മൾ എഴുതേണ്ടത് +2വിന് പഠിച്ച സബ്ജക്റ്റുകൾ മാത്രമാണ്. അഗ്രികൾച്ചർ എന്ന സബ്ജക്റ്റ് എടുക്കണമെങ്കിൽ അഗ്രികൾച്ചറിന് പരീക്ഷ എഴുതേണ്ടതായിട്ടില്ല. അത് കഴിഞ്ഞ തവണ പലർക്കും പറ്റിയ അബദ്ധമാണ്. അപ്പം +1 +2വിന് നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ പഠിച്ചത് അത് പരീക്ഷ എഴുതുക. അതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് രാജ്യത്തെ യൂണിവേഴ്സിറ്റികളിലെ ഏത് മേഖലയിലോട്ടും നമുക്ക് പ്രവേശനത്തിനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷിക്കേണ്ട സമയത്ത് നമ്മൾ എക്സാം എഴുതുന്ന സബ്ജക്റ്റുകൾ മാത്രം പറഞ്ഞാൽ മതിയാകും. ഇതിന് ശേഷം നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളിലോട്ട് അഡ്മിഷൻ വേണം, ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ വേണമെന്നുള്ളതൊക്കെ ജൂണിൽ റിസൾട്ട് വന്നതിന് ശേഷം അതാത് വെബ്സൈറ്റുകൾ വഴി അപേക്ഷിച്ചാൽ മാത്രം മതിയാകും. ഉദാഹരണത്തിന്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിനാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമെങ്കിൽ +1 +2വിന് പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പരീക്ഷയോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷയോ എഴുതി കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് കോമ്പിനേഷൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് ICAR യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനായിട്ടും അഡ്മിഷൻ എടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച സബ്ജക്റ്റുകൾ പരീക്ഷ എഴുതുക, അതിൻ്റെ കോമ്പിനേഷൻ വെച്ച് വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകം അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് NTA ആണ്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം എഴുതാൻ പറ്റുന്ന പേപ്പറുകൾ, അതുപോലെ സബ്ജക്റ്റ് കോമ്പിനേഷനുകളെക്കുറിച്ചൊക്കെ കൃത്യമായ പഠനത്തിന് ശേഷം വേണം അപേക്ഷ സമർപ്പിക്കാൻ. ഉദാഹരണത്തിന്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി പ്രവേശനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷനാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഏതാണ്ട് 29ഓളം ഡൊമൈൻ സബ്ജക്റ്റുകൾ, ലാംഗ്വേജുകൾ, ഫോറിൻ ലാംഗ്വേജുകൾ, ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്കായിട്ടുണ്ട്. ഇതിലൂടെയാണ് ആയിരക്കണക്കിന് ഡിഗ്രി പ്രോഗ്രാമുകളും ലക്ഷക്കണക്കിന് സീറ്റുകളും അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിന് അതാത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റുകൾ സന്ദർശിക്കണം. ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ICARൻ്റെ യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്, അതുപോലെ ധാരാളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തന്നെ 250-ൽ പരമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിഗ്രി പഠനത്തിന് താല്പര്യമുള്ള സബ്ജക്റ്റുകളും യൂണിവേഴ്സിറ്റികളും കണ്ടെത്തി, അതൊന്നും ഇപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ അവിടെ നിങ്ങൾക്ക് പ്രവേശനം വേണമെങ്കിൽ ഏതൊക്കെ പരീക്ഷയാണ് എഴുതേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണം. ഏതൊരു വ്യക്തിക്കും +2 കഴിഞ്ഞ ഏത് സബ്ജക്റ്റ് പഠിക്കുന്ന
ഏതൊരു വ്യക്തിക്കും പ്രവേശനം ലഭിക്കുന്ന സാധാരണക്കാരായവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന അവനവൻ്റെ കയ്യിലൊതുങ്ങുന്ന ഫീസ് സ്ട്രക്ചറിൽ പഠിക്കാൻ പറ്റുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. നമ്മുടെ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുപോലെയൊക്കെയുള്ള പ്രവേശനത്തിനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന ഡേറ്റ് ഈ ജനുവരി 30 CUET.nta.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. നിങ്ങൾ +1 +2 പഠിച്ച സബ്ജക്റ്റുകൾ പരീക്ഷയ്ക്കായിട്ട് അപേക്ഷിക്കുക. ജൂണിൽ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ പ്രവേശനം വേണ്ടത് ആ യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യുക. ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, വിശദമായിട്ടുള്ള അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ബ്രില്യൻ്റെ യൂട്യൂബ് ചാനലിൽ താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.